റെജി ലൂക്കോസ് എന്ന മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടതു സഹയാത്രികൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി BJPയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു വാർത്ത. യഥാർത്ഥത്തിൽ റെജി ലൂക്കോസ് എന്ന വ്യക്തി ഏതെങ്കിലും ഒരു CPIMൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൽ മെമ്പർ അല്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം മുൻപ് CPIM പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് പാർട്ടി വിശദീകരിക്കുന്നത് ഒരു മാധ്യമ സെമിനാറിൽ, പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ മാധ്യമ സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. റെജി ലൂക്കോസിൻ്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ കാണാം, 7 വർഷം മുൻപ് താൻ മെമ്പർഷിപ്പ് എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. മെമ്പർഷിപ്പ് എടുക്കുകയല്ല, മെമ്പർഷിപ്പ് കൊടുക്കുകയാണ്. BJPയിലെയോ കോൺഗ്രസിലെയോ പോലെ ഓടിച്ചെന്ന് അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുന്നൊരു പാർട്ടിയല്ല CPIM എന്ന് ആ പാർട്ടിയെക്കുറിച്ച് അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചവർക്കാണ് അവരുടെ പ്രകടനത്തെ വിലയിരുത്തിയാണ് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർഷിപ്പ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി അങ്ങനെ ഒരു ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയാൽ തന്നെ അത് ആജീവനാന്ത മെമ്പർഷിപ്പല്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും മെമ്പർമാരുടെ പ്രവർത്തനം വിലയിരുത്തിയാണ് മെമ്പർഷിപ്പ് പുതുക്കണമോ വേണ്ടയോ എന്ന് ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരം ബാലപാഠങ്ങൾ പോലും അറിയാത്തൊരു വ്യക്തിയാണ് റെജി ലൂക്കോസ്. പലപ്പോഴും മാധ്യമ ചർച്ചകളിൽ ഇടതു സഹയാത്രികൻ എന്ന ലേബലിലാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. പലപ്പോഴും CPIM പാർട്ടി തങ്ങളുടെ പ്രതിനിധികളെ അയക്കാത്ത ചർച്ചകളിൽ ഇദ്ദേഹം 2000 രൂപയോ മറ്റോ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് CPIM പാർട്ടി എന്ത് പിഴച്ചു? അപ്പോൾ ഈ യാഥാർത്ഥ്യം അറിയാതെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പടച്ചുവിടുന്നത്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തൊഗാഡിയെയും അതുപോലെ വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈയിടെ ഇട്ട പോസ്റ്റുകൾ, ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകൾ. അതുപോലെ റെജി ലൂക്കോസിൻ്റെ മറ്റൊരു പോസ്റ്റാണ് പോറ്റിയുടെയും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ചിത്രം കൊടുത്തുകൊണ്ട് അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവരിൽ ആരാണ് ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ? ഇന്നിപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തട്ടിപ്പുകാരൻ്റെ കൂടെ തട്ടിപ്പ് സംഘത്തിൽ മെമ്പർഷിപ്പ് എടുത്തൊരു കാഴ്ചയാണ് കേരളം കാണുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം, തനിക്കും കിട്ടണം പണം, എന്തല്ലേ? കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് വരെ BJP വർഗീയ പാർട്ടിയാണെന്നും അവർ നാടിന് തന്നെ നാശമാണെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് പെട്ടെന്നൊരു മലക്കമറിച്ചിൽ. പലതരത്തിലുള്ള ആരോപണങ്ങൾ CPIM പാർട്ടിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിടുന്നത്. എന്താണെങ്കിലും തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇത്തരം പാർട്ടി മാറ്റങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പരിസരങ്ങളെ
മലീമസമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറാം. അതിന് ആശയപരമായ ആദർശപരമായ ഒരു മുഖം നൽകാൻ ശ്രമിക്കുന്നത് എത്രമാത്രം വിഡ്ഢിത്തരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. നന്ദി, നമസ്കാരം.